ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെയൊക്കെ ക്രിസ്തീയ ലൈഫിനകത്ത്, നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിനകത്ത് കഷ്ടങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം. ഇതിനകത്തായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പലപ്പോഴും ആഞ്ഞടിച്ചപ്പോൾ പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചവരായിരിക്കും, അല്ലേ? ഇതിനകത്തായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടം വന്നപ്പോൾ, പ്രയാസം വന്നപ്പോൾ, ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തോട് ചോദിച്ചു കാണും. നമ്മൾ തന്നെ സ്വയമായി ചിന്തിച്ച് കാണും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിക്കുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ട് ഈ കഷ്ടം മാറുന്നില്ല, എൻ്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ട് ഈ കഷ്ടത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ദൈവം ഒരു നന്മ തരുമ്പോൾ നമ്മൾ ദൈവത്തോട് ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നന്മയും തിന്മയും ഒരേപോലെ എടുക്കുവാനുള്ള സെൻസ് കർത്താവ് നമുക്ക് നൽകും. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്ത് നന്മയുടെ ഒരു കാലഘട്ടം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയതുപോലെ തന്നെ അതിനേക്കാളും ഇരട്ടിയായി തിന്മയുടെ ഒരു കാലഘട്ടം തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് ഒരു കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇയ്യോബിനെ കുറിച്ച് നോക്കുമ്പോൾ ഇയ്യോബ് ആ ദേശത്തിനകത്ത് ഏറ്റവും സമ്പന്നനുള്ളവനായിരുന്നു, താൻ അംഗീകാരമുള്ളവനായിരുന്നു, താൻ ബഹുമാനപൂർണനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. താൻ ദേശത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, ദേശത്തിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെയുള്ള തന്നെക്കാളും പ്രായമുള്ള വ്യക്തികൾ പോലും, അതായത് താൻ ദേശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പ്രായമുള്ള വ്യക്തികൾ പോലും തന്നെ കാണുമ്പോൾ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നതായി തിരുവചനം പഠിപ്പിക്കുന്നു. തനിക്കുള്ള മക്കളും കുടുംബവും തൻ്റെ സമ്പത്തിനെക്കുറിച്ചും തിരുവചനം ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്ത് ആദ്യം ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്ന് ത്യജിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭവനത്തിനകത്ത് വന്ന ഒരു സാത്താനീയ പരീക്ഷണം നിമിത്തം തൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി, തൻ്റെ മക്കൾ നശിച്ചുപോയി, തൻ്റെ സമ്പത്ത് നശിച്ചുപോയി, തനിക്കുണ്ടായിരുന്ന ബഹുമാനം നഷ്ടപ്പെട്ടു പോയി, തൻ്റെ ശരീരത്തിൽ വ്രണം പിടിച്ച് തൻ്റെ ശരീരം നാശം വന്ന് തൻ്റെ ജീവിതം നശിച്ചു പോയപ്പോഴും താൻ ദൈവത്തെ കൈവിടാതെ നിന്നതുകൊണ്ട്, താൻ ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കേണ്ടി വരുമെന്നുള്ള ഒരു മനസ്സ് തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവവുമായ ഒരു വലിയ ആത്മബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തനിക്കൊരു ദോഷവും വരാതെ തനിക്ക് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഇരട്ടി മടങ്ങ് തിരിച്ച് ലഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടവുമുണ്ട്, പ്രയാസമുണ്ട്. മനുഷ്യനായി ജീവിച്ചാൽ എന്ത് ചെയ്യും? കഷ്ടവും വരും, പ്രയാസം വരും. നന്മ കിട്ടുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കുറച്ചുകൂടെ ആഴത്തിൽ സ്നേഹിക്കുമായിരിക്കാം. പക്ഷെ പലപ്പോഴും തിന്മ ഓരോ ഭവനങ്ങളിൽ വരുമ്പോൾ, ഓരോ പരീക്ഷകൾ ഓരോ ഭവനങ്ങളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം അങ്ങനെ അകലുന്ന ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമുള്ളവൻ തിന്മയായാലും നന്മയായാലും സ്തോത്രമെന്ന അധരയാഗത്തോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം അതേ സെൻസിൽ പ്രാപിച്ച് ജീവിക്കും. കർത്താവിൻ്റെ വചനം അങ്ങനെ തന്നെ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 28 മുതൽ 32 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തിരിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എന്തു നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അത് തിന്മ വന്നാലും നന്മ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രയാസം വന്നാലും, ഇനി നമ്മുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന ഈശാന മുലക്കാറ്റ് പോലുള്ള പ്രയാസങ്ങൾ വന്നാലും, എന്ത് വന്നാലും അതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കേക്കാളും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നുവെന്ന് അവരുടെ ഹൃദയം പഠിപ്പിക്കും. അതിലവർ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരീക്ഷാ കാലഘട്ടങ്ങൾ വരുമ്പോൾ, പ്രയാസത്തിൻ്റെ കാലഘട്ടങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ദൈവത്തെ പെറുപുറത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ കൈവിട്ടു, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ നിന്നിട്ട് ആ ദൈവത്തെ സ്നേഹിച്ചിട്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഈ പ്രയാസം വന്നല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, നീ ദൈവസ്നേഹത്തിൽ നിന്ന് വീണു പോകാതെ നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് നൽകാനുള്ളതെല്ലാം മടക്കി നൽകും. ഹല്ലേലൂയ. ഇനി നീ ദൈവസ്നേഹത്തിൽ നിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നിനക്ക് തിരിച്ച് ലഭിക്കില്ല. നീ വീണ്ടും വീണ്ടും കഷ്ടതയിലേക്ക് പോവുകയുള്ളൂ. കാരണം നീ ദൈവസ്നേഹത്തിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും ദൈവം തന്നെ സ്നേഹിച്ചവർക്ക് ഒരുക്കിയിട്ടിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടം വരാം. കഷ്ടം വരുമ്പോൾ പെറുപിറുക്കരുത്. ഹല്ലേലൂയ. പെറുപിറുക്കുവോ? തൊട്ടടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തിട്ട് പറ, കഷ്ടം വരുമ്പോൾ പെറുപിറുക്കരുത്.
കഴിഞ്ഞ നാളിലൊക്കെ പ്രവൃത്തിയൊക്കെ അങ്ങ് പോട്ടെ, പറ. ഇനി മേലാൽ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ പിറുപിറുത്തില്ലേ? പിറുപിറുത്തു. ഇനി പിറുപിറുക്കുവോ? ഇല്ല. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കില്ല. ആ ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. അതിൻ്റെ 29 വാക്യം പറയുന്നു, അവൻ മുന്നേ അറിയുന്നവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാർ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് കഷ്ടത്തിലൂടെ പോയാലും എന്ത് പ്രയാസത്തിലൂടെ പോയാലും നമ്മുടെ കർത്താവിനെ അനുരൂപനാക്കുവാനാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആർക്ക് അനുരൂപനായി തീരണം? ക്രിസ്തുവിന് അനുരൂപനായി തീരണം. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന് അനുരൂപനായി തീരുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നവനോട് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ഈ ലോകത്തിൻ്റെ നന്മകളെന്ന് പറയുന്നവനോട് ഒരു ഫൈറ്റിംഗ് ഉണ്ട്. നമ്മുടെ ജഡത്തോട് ഒരു ഫൈറ്റിംഗ് നമുക്കുണ്ട്. നമ്മുടെ ജഡത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് യഥാർത്ഥമായി ഒരു തികഞ്ഞ ആത്മീകനായി ജീവിച്ചാൽ മാത്രമേ പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയൂ. ഇയ്യോബിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ നിമിഷം പറഞ്ഞു. ഇയ്യോബ് പക്ക ആരായിരുന്നു? ഒരു തികഞ്ഞ ദൈവഭക്തനും ആത്മീകനുമായിരുന്നു. ഹല്ലേലൂയ. അവൻ ജഡത്തിലൊന്നും ചിന്തിച്ചില്ല, ജഡത്തിലൊന്നും പ്രവർത്തിച്ചില്ല, ജഡത്തിലൊന്നും മറുപടി കൊടുത്തില്ല. തൻ്റെ സഹോദരൻ, തൻ്റെ കൂട്ടുകാരന്മാർ തന്നോട് സംസാരിച്ചപ്പോഴും, തൻ്റെ ഭാര്യ ദൈവത്തെ വിട്ട് കളഞ്ഞിട്ട് ഇനിയെങ്കിലും നീ നിൻ്റെ പാട്ടിന് പോകാം എന്ന് പറഞ്ഞപ്പോഴും തൻ്റെ ദൈവത്തെ വിട്ട് കളയുവാൻ തനിക്ക് കഴിയാത്തതിന് കാരണം തികഞ്ഞൊരു ആത്മീകനായിരുന്നു. ഹല്ലേലൂയ. കിട്ടുന്ന നന്മയെ കാണുമ്പോൾ സന്തോഷിക്കാൻ എല്ലാവർക്കും കഴിയും. തിന്മയെ കാണുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ആര് വേണം? നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം. നമ്മൾ തികഞ്ഞ ആത്മീയരായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടവും പ്രയാസവും പരീക്ഷയും പരിഹാസവും എല്ലാം ഏറി വന്നാലും നിനക്കായി ഒരുക്കിയിരിക്കുന്ന വഴി കൃത്യസമയത്ത് കൃത്യ ആളിലൂടെ കൃത്യ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ കൃത്യമായ ടൈമിൽ നിൻ്റെ കരങ്ങളിലെത്തും. ഹല്ലേലൂയ. എല്ലാവരും നീ തകരുമെന്നും എല്ലാവരും നീ നശിക്കുമെന്നും എല്ലാവരും നീ പട്ടുപോകുമെന്നും നിൻ്റെ ജീവിതത്തിനകത്തൊരു നന്മ കാണില്ലെന്നും പറയുമ്പോൾ പ്രിയ സഹോദര, ഞാൻ വിളിച്ചു പറയുന്നു, നീ യഥാർത്ഥ തികഞ്ഞ ആത്മീകനായി ജീവിച്ചാൽ നിൻ്റെ ജീവിതത്തിനെ കർത്താവ് കരുതിക്കൊള്ളും, അവൻ പുലർത്തിക്കൊള്ളും. ഏലിയാവിന് ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ പട്ടിണിയായി പോകുമെന്ന് തോന്നിയപ്പോൾ കാക്കയെ കൊണ്ട് പരിപാലിപ്പിച്ചവൻ ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ജഡത്തിൽ ചിന്തിച്ചാൽ, നീ ജഡത്തിൽ പ്രവർത്തിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മുന്നേ നീ ആത്മീകനായെന്ന് എപ്പോൾ തികയുന്നോ അതുവരെ പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. നീ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തു നിന്നെ സ്നേഹിക്കുകയും ദൈവം നിന്നെ ആത്മീകമായി വളർത്തുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നീ ഒരു ശുശ്രൂഷക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിനക്ക് തിരുവചനപ്രകാരം നിത്യതയിൽ നീ അവകാശിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ പരീക്ഷയിൽ നീ പിറുപിറുക്കരുത്. ഈ ലോകത്തിലെ പരീക്ഷയിൽ നീ ജഡീകനെ പോലെ ചിന്തിക്കരുത്. ഈ ലോകത്തിലെ നന്മ കിട്ടുമ്പോൾ ലോകപരമായി ജീവിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചാൽ നിന്നെ ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ഒഴിഞ്ഞു കളയും. ഹല്ലേലൂയ. കർത്താവിന് ഭയങ്കരമായ 100% ഉറപ്പായിരുന്നു. ആരെ? ഇയ്യോബിന്. ഇയ്യോബ് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, കർത്താവിനെ തള്ളിക്കളയില്ലെന്ന് കർത്താവിന് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പത്രോസിനെ പാറ്റുവാൻ സാത്താൻ ചോദിച്ചു, ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? പത്രോസിനെ പാറ്റിക്കഴിഞ്ഞാൽ പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തി ഇല്ല. പക്ഷെ പത്രോസ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞപ്പോൾ തികഞ്ഞ ആത്മീകനായി. തൻ്റെ ജീവിതം തൻ്റെ ക്രൂശ് മരണ സമയത്ത്, തന്നെയും ക്രൂശ് മരണത്തിലാണ് നയിച്ചത്, ക്രൂശിൽ മരിച്ചതാണ്. ക്രൂശ് മരണ സമയത്ത് തന്നെ ക്രൂശിക്കാനായി കൊണ്ടുപോയ സമയത്ത് അവിടെയുള്ള വ്യക്തികളോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരുവിനെ നേരായി ക്രൂശിച്ചു, എനിക്ക് അത്ര യോഗ്യതയൊന്നുമില്ല, എന്നെ തലകീഴായി എന്ത് ചെയ്യണം, ക്രൂശിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പണ്ടൊരു മരണം മുന്നിൽ വന്നപ്പോൾ യേശുവിനെ കൂടെ നടക്കുന്ന ശിഷ്യനല്ലേ എന്ന് ചോദിച്ചപ്പോൾ 3 വട്ടം ഒന്നും ആലോചിക്കാതെ തള്ളിക്കറഞ്ഞ ജഡീകനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? പത്രോസെങ്കിൽ. പിന്നീട് ആത്മീകനായി തികഞ്ഞപ്പോൾ കർത്താവിനോടൊപ്പം പോലും ക്രൂശിക്കുവാൻ യോഗ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞവനാണ് പത്രോസ്. ഹല്ലേലൂയ. പരീക്ഷ കാലഘട്ടം വരുമ്പോൾ ദൈവത്തിനെ തള്ളിക്കളയരുത്. പരീക്ഷ കാലഘട്ടം വരുമ്പോൾ ദൈവത്തിനെ പിറുപിറുക്കരുത്. ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കില്ലെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുക. കാരണം നിന്നെ കർത്താവ് നിയമിച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ അനുരൂപനായിട്ടാണ്.
നിന്റെ മേൽ കിടക്കുന്ന നിയോഗം തൻ്റെ പുത്രൻ ചെയ്യേണ്ടതിന് പകരം നീ നിന്റെ ദേശത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാനിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതാണ്. ഹല്ലേലൂയ. ആ നിയോഗത്തിൽ നീ നിൽക്കുമ്പോൾ നീ ആ നിയോഗത്തിൽ തന്നെ നിൽക്കുക. നീ തിരിച്ച് മറ്റൊരു ലോകത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ മറ്റൊരു ചിന്തയിലേക്ക് പോയാൽ, മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്വീകരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ഹല്ലേലൂയ. ഏതു പരീക്ഷാഘട്ടകാലത്തും ആരനുകൂലമായിരിക്കും? ദൈവം അനുകൂലമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന കഴിഞ്ഞ ഒരു 1.5-2 വർഷം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ വാർ എൻ്റെ ജീവിതത്തിനകത്ത് വന്നത്. ആ ജീവിതത്തിനകത്ത് ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നും നല്ല ഉറപ്പും നല്ല ധൈര്യവും ഉള്ളത് കൊണ്ടാണ്. ഇന്നും ഞാൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നത് ആ ധൈര്യവും ഉറപ്പും ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളും ആ ധൈര്യത്തോടെ, ആ ഉറപ്പോടെ, പിറുപിറുപ്പില്ലാതെ നിങ്ങളെ ദൈവം നയിക്കുന്ന വഴിയിലൂടെ നയിച്ചാൽ, ജഡീകമായ ചിന്തകളിലും ലോകമോഹങ്ങൾ അകപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവിച്ചാൽ, ഉറപ്പായും ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ തികഞ്ഞൊരാത്മീയനായി ക്രിസ്തുവിന് അനുരൂപനാക്കി നിൻ്റെ ദേശത്തിനകത്ത്, നിൻ്റെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ഇന്ന് ഇതിനകത്തായിരിക്കുന്ന ആരെയൊക്കെ കർത്താവ് മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത്, ഒരു നന്മയും ലഭിക്കില്ല എന്ന് പറഞ്ഞെടുത്ത്, ഒരിക്കലും നീ ഉയരില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നെ ഉയർത്തുവാൻ കർത്താവിന് കഴിയുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു സീസണിലേക്ക്, കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ സഭയെ കർത്താവ് കൊണ്ടുപോകുവാൻ പോവുകയാണ്. കഴിഞ്ഞ നാളിൽ നീ നിന്നതുകൊണ്ട്, കഴിഞ്ഞ നാളിൽ നീ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, കഴിഞ്ഞ നാളിൽ നീ കർത്താവിൽ ഉറച്ചു നിന്നതുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് വലുത് നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് തന്നെ പറയുവാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ, ഞങ്ങൾക്കിതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ദൈവത്തോട് അങ്ങനെ ചോദിക്കുവാൻ തക്കവണ്ണം ചിലരെ കർത്താവ് ഈ നാളുകളിൽ മാനിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധം നിങ്ങൾ മറന്നു കളഞ്ഞു. കർത്താവ് എന്തു ചെയ്യും? താൻ സ്നേഹിക്കുന്നവരെ എന്തു ചെയ്യും? താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിൽ നിന്ന്, കരത്തിൽ നിന്ന് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്നെ മാത്രമേ കർത്താവ് സ്നേഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നല്ല തല്ല് നിങ്ങൾക്കും തരും. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉറപ്പായും കർത്താവ് ഇവിടെ വച്ച് ചെറിയ രീതിയിലുള്ള തല്ലും ശിക്ഷയും നൽകും. കാരണം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റെടുത്തവർക്ക് ഇനി ഒരു ന്യായവിധി ഇല്ല. നിത്യരാജ്യത്തിൽ പോയൊരു ന്യായവിധി നമുക്കില്ല. അതുകൊണ്ട് എന്തു ചെയ്യും? ഇവിടെ ഉള്ള ശിക്ഷ അപ്പോഴപ്പോഴാ തരും. നല്ലതല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ചിരിയല്ലേ, കിട്ടി നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനെ അറിഞ്ഞു എന്ന് പറയുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവൻ തെറ്റു ചെയ്താൽ കർത്താവ് ഇവിടെ വെച്ച് ശിക്ഷിക്കും. കാരണം ഒരപ്പൻ മകനെ തല്ലുന്നത് പോലെ മക്കളെ തല്ലി വളർത്താത്ത അപ്പൻ നല്ലവനല്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മക്കളെ ഇത് ചെയ്തോളൂ, ഇത് നല്ലതാണ്, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നതല്ല ഒരപ്പൻ്റെ കടമ. അപ്പൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ശിക്ഷിച്ച്. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 6 മുതൽ 11 വരെ വായിക്കുമ്പോൾ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം നിനക്കുണ്ടെന്ന് മനസ്സിലായ, നിന്നോട് കർത്താവ് സ്നേഹിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് എന്തു ചെയ്യും? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്പെട്ടവർക്ക്, വിളിച്ചിരിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവന് പകരം കർത്താവ് സ്നേഹിക്കുന്നവർക്ക് എന്തു ചെയ്യും? ശിക്ഷ ഉണ്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്? കൊല്ലുവാൻ വേണ്ടിയല്ല കേട്ടോ. ഹല്ലേലൂയ. ഒരപ്പനും, അതായത് സ്നേഹിക്കുന്ന ഒരപ്പനും ഒരമ്മയും ഒരു മകനെ അല്ലെങ്കിൽ മകളെ അടിക്കുന്നത് അവരെ കൊല്ലുവാനല്ല. കാരണം അവർക്കറിയാം അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ. അവർക്കറിയാം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെ അടിച്ച് വളർത്തിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് ഇനി അടുത്ത് വരാൻ പോകുന്ന ദോഷം എന്താണെന്ന്
അറിയാം. അതുകൊണ്ടല്ലേ ദേഷ്യപ്പെടുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും അപ്പന്മാർ ദേഷ്യപ്പെടുമ്പോൾ അമ്മ വിചാരിക്കും ഇത് അടിച്ച് കൊന്നു കളഞ്ഞെന്നായിരിക്കും കൊച്ചിനെ. പക്ഷെ അടിച്ച് കൊല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല, അവർ ആ ദേഷ്യത്തിൽ സംസാരിക്കുന്ന, ദേഷ്യത്തിൽ പ്രവർത്തിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മക്കളോട് സ്നേഹമുള്ള അപ്പനാണ് മക്കളെ തല്ലി വളർത്തുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവവചനത്തിനനുസരിച്ച് അങ്ങനെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അങ്ങനെ ശിക്ഷിച്ച് 7-ാം വാക്യം പറയുന്നു, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. ദൈവം തരുന്ന ശിക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സഹിക്കണം. ഹല്ലേലൂയ. നീ എന്തോ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ്, ദൈവം തന്ന നന്മ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടായിരിക്കാം, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നീ ഉറച്ചു നിൽക്കാത്തതുകൊണ്ടായിരിക്കാം, നീ വിട്ടുകളയാത്തത് കൊണ്ടായിരിക്കാം, നീ ആത്മീകനെന്ന് പറഞ്ഞിട്ട് ജഡീകനായി ജീവിച്ചത് കൊണ്ടായിരിക്കാം. എന്തോ ഒരു കാര്യം കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? കർത്താവിനെ സ്നേഹിക്കുന്ന മകനായതുകൊണ്ട് കർത്താവ് ശിക്ഷിച്ചത്. നമ്മളെന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇനി ആ സഭയിലും പോവില്ല, അങ്ങനെ ഒരു കൂട്ടായ്മയും വേണ്ട, ഇനി ഞാൻ അങ്ങനെ ദൈവത്തെ അറിയുകയും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പോയ ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. എല്ലാം നശിച്ച് പിന്നീട് ഒന്നുമില്ലാത്ത രീതിയിലായവരെയും എനിക്ക് അറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. കർത്താവാണ് ശിക്ഷിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയോടൊപ്പം നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ അല്ലെങ്കിൽ ദൈവദാസന്മാരിലൂടെ വചനത്തിൽ, നിങ്ങൾ വായിക്കുന്ന വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. എന്തിനാണ് അടി കിട്ടിയത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാലശിക്ഷ ഉണ്ട്. അതിൻ്റെ 8-ാം വാക്യം പറയുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗടലന്മാരത്രേ. അതായത് നിങ്ങൾ മക്കളെങ്കിൽ എന്ത് ചെയ്യണം? ശിക്ഷ ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാണോ? ഉറപ്പാണോ? ദൈവം ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്തോന്നാണ് പറയുന്നത്? എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ഇങ്ങനെയാണെങ്കിൽ മരിക്കും. അത് നമുക്കറിയാം, അല്ലെങ്കിൽ മരിക്കുമെന്ന്. ആരെയും പൊതിഞ്ഞ് വയ്ക്കൂല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ജീവിതത്തിലെ കഷ്ടം വരുമല്ലേ രാജു സഹോദരി? ഹല്ലേലൂയ. മൂക്കൊക്കെ പിഴിഞ്ഞ് ഹല്ലേലൂയ. അവരങ്ങനെ പറയണമെന്നല്ല കേട്ടോ, അവർ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇല്ല. ഹല്ലേലൂയ. അപ്പം കർത്താവ് അങ്ങനെ ശിക്ഷിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ യേശു അല്ലെങ്കിൽ കർത്താവ് സ്നേഹിക്കുന്നില്ല. കുറേ കാലം കർത്താവ് സ്നേഹിച്ചാണ്, പിന്നെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ കർത്താവ് എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കർത്താവ് സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യും? മക്കളെ മോനെ എന്ന് വിളിച്ച് നമ്മൾ മക്കൾക്ക് ഐസ്ക്രീമും ബാക്കിയുള്ള വാങ്ങിച്ചു കൊടുത്തിട്ട് വൈകുന്നേരം തീരുന്നതിന് മുന്നേ അടി കൊടുക്കണില്ലേ? അതുപോലെ കൊടുക്കുകയും തരും, അല്ലെങ്കിൽ തരുകയും ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ വെച്ച് പരീക്ഷ സഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ നിത്യജീവനെ പ്രാപിക്കും. അവൻ ഓരോ പരീക്ഷ സഹിക്കും തോറും അവൻ ദൈവത്തോട് അടുത്തടുത്ത് വരുന്നതല്ലാതെ അകലുകയില്ല. നമ്മളിന്ന് കാണുന്ന പലരും അടുത്തടുത്ത് വരാതെ അകലുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ എന്തില്ല? ദൈവസ്നേഹം ഇല്ല. അവർ ദൈവത്തെ സ്നേഹിച്ചത് എന്തോ കിട്ടാൻ വേണ്ടിയാണ്, കിട്ടി, അവർ ലോകപരമായി ജീവിച്ചു. ഹല്ലേലൂയ. അല്ലെങ്കിൽ കിട്ടിയില്ല, അവർ ലോകപരമായി ജീവിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തെ ആഴമേറിയ രീതിയിൽ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, അതുതന്നെ അല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നത്. ഈ ലോകത്തിലുള്ള ജനത്തിൻ്റെ മേൽ കർത്താവ് അതിനെ കൊടുത്തിട്ടില്ല. ഈ ലോകത്തിലുള്ള ജനത്തിന് അല്ലെങ്കിൽ ജഡീയന്മാർ, ലോകത്തിലെ പ്രാകൃതന്മാരായി ജീവിക്കുന്നവർക്ക് അത് ലഭിച്ചിട്ടില്ല.
കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുടെ മേൽ മാത്രമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്നേഹത്തിൻ്റെ പരിപൂർണമായ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുള്ളൂ. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഞാൻ നിന്നോട് പറയുന്നു, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പരീക്ഷയിൽ നിന്നും ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കർത്താവ് നിന്നെ വെളിയിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. നീ ഇന്ന് കാണുന്ന പരീക്ഷ നിന്നെ പട്ട് കളയുവാനല്ല. ഇന്ന് നീ കാണുന്ന പരീക്ഷ നിന്നെ തകർത്ത് കളയാനല്ല. ഇന്ന് കാണുന്ന പരീക്ഷ നിന്നെ നശിപ്പിച്ച് കളയുവാനല്ല. ഇന്ന് കാണുന്ന പരീക്ഷ നീ തികഞ്ഞവനായി പുറത്തു കൊണ്ടുവന്ന കർത്താവ് നിന്നെ മാനിക്കുവാനാണെന്ന്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ തകർത്തെറിയുവാൻ സാത്താന് കർത്താവ് വിട്ടുകൊടുക്കില്ല. ലോകത്തിന് വിട്ടുകൊടുക്കില്ല. ദേശത്തിന് വിട്ടുകൊടുക്കില്ല. നിന്നെ ഇവിടെ നിൽക്കുന്ന ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല. നിന്നെ മാനിക്കുന്ന സമയമാകുമ്പോൾ അവരെല്ലാം കർത്താവിനെ വാഴ്ത്തുന്ന രീതിയിൽ, കർത്താവിനെ ഉയർത്തുന്ന രീതിയിൽ നിന്നെ ഒരു അത്ഭുതമാക്കി കർത്താവ് നടത്തും. ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം, അതിൻ്റെ പത്രോസ് 1 ലേഖനം 1 അധ്യായം 7-8 വാക്യങ്ങൾ പറയുന്നു. വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വചനം 1 പത്രോസ് ലേഖനം അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ പറയുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാകുന്നുവെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ പുകച്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ പരമരക്ഷ പ്രാപിക്കും. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിൻ്റെ 7-ാം വാക്യം പറഞ്ഞു, അഴിഞ്ഞു പോയതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. ഹല്ലേലൂയ. വിശ്വാസം നിനക്കുണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ പരിശോധനയാണ് ഈ നാളിലെ നിങ്ങൾക്ക് വരുന്ന പരീക്ഷകൾ. ഈ പരീക്ഷയുടെ അകത്ത് നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും ലഭിച്ചില്ല എങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെ പറയുവാൻ എളുപ്പമാണ്. പക്ഷെ പരീക്ഷാ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം കൂടുമ്പോൾ, പ്രയാസം കൂടുമ്പോൾ, പ്രതികൂലം കൂടുമ്പോൾ പിറുപിറുക്കരുത്. ദൈവത്തോട് കഴിഞ്ഞ നാളുകൾ ആരാധിച്ചതിനേക്കാൾ എന്ത് ചെയ്യണം? ദൈവത്തെ വീണ്ടും ആഴത്തിൽ സ്നേഹിക്കണം. ദൈവത്തെ വീണ്ടും ആരാധിക്കണം. ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് കൂടുതൽ ദൈവവുമായി അടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ആ പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന, ആ പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത നാളിലെ റിസൾട്ടായിട്ട് പുറത്ത് വരുന്നത്. നിങ്ങൾ അകന്നു പോയാൽ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിറുപിറുത്ത് മാറിയാൽ, നിങ്ങൾ ഇരുട്ടിൻ്റെ സാന്നിധ്യത്തിലേക്ക് മാറിപ്പോവും. നിങ്ങൾ ലോക മനുഷ്യനായി പണ്ട് നിങ്ങൾ എങ്ങനെ ജീവിച്ചു അതിനേക്കാൾ ഉപരിയായി ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന വഴികളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വരും. ഹല്ലേലൂയ. 14 ദിവസം കൊണ്ട് കയറേണ്ട ഇസ്രായേൽ ജനം 40 വർഷം എടുത്തതിന് കാരണം അവരുടെ പരീക്ഷാ കാലഘട്ടത്തിൽ അവർ വീണ് പോയത് കൊണ്ടാണ്. അതുവരെ വന്ന യഹോവയായ ദൈവത്തിന് കാനാൻ ദേശക്കാർ എങ്ങനെ ഉള്ളവരെന്നും ആ ദേശം എങ്ങനെയുള്ളതെന്നും ആ ദേശത്തെ എങ്ങനെ ഇവരുടെ കരത്തിൽ കൊടുക്കാമെന്നും നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ യഹോവയായ ദൈവം മോശയിലൂടെ ഒരു തീരുമാനം കൊടുത്തു. എന്ത് ചെയ്യണം? കാനാന ദേശം ചെന്ന് യോശുവയിലൂടെ തീരുമാനം കൊടുക്കുകയാണ്. മോശയിലൂടെ ഒരു തീരുമാനം കൊടുക്കുകയാണ്. കാനാന ദേശം എന്ത് ചെയ്യണം? ചെന്ന് ഉറ്റുനോക്കണം. ഹല്ലേലൂയ. അതിന് കുറച്ച് വ്യക്തികളെ സെലക്ട് ചെയ്തു. അവിടെ പോയപ്പോഴേക്കും അവരുടെ മുന്നിൽ കണ്ടത് കാനാന്യ ദേശക്കാർ മല്ലന്മാരാണ്. അവരുടെ കൃഷി ഭയങ്കര വലുതാണ്. ഇത് കണ്ടപ്പോൾ പലരുടെ ഉള്ളിൽ തോന്നി എന്തെന്നറിയുമോ? ഇവരെല്ലാം വെട്ടുകിളികളെപ്പോലെ ആ മനുഷ്യരുടെ മുന്നേ ചെറുതെന്ന് തോന്നി. അവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൽ നിന്ന് അവരകന്നു. അവരെ നടത്തിക്കൊണ്ടുവന്ന കാര്യാദികൾ അവർ മറന്നു. അവരെ നടത്തിക്കൊണ്ടുവന്ന മോശ എന്ന് പറയുന്ന വ്യക്തിയുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ അവർ മറന്നു. എല്ലാ കാര്യങ്ങളും മറന്നു. അവർ ലോക മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു. ഹല്ലേലൂയ. തിരിച്ചു മടങ്ങി വന്ന മോശയുടെ മുന്നിൽ അവർ അത് പറഞ്ഞപ്പോൾ യോശുവയും കാലേബും എന്ന് പറയുന്ന 2 വ്യക്തികൾ മാത്രമാണ് പറഞ്ഞത്, യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള മനുഷ്യരെല്ലാം, ബാക്കിയുള്ള വ്യക്തികളെല്ലാം തെറ്റി പറഞ്ഞതുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ, നിന്നെ നടത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ കഴിയുമെന്ന് നീ തിരിച്ചറിയണം. നിന്നെ നടത്തിക്കൊണ്ടുവരുന്ന ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഞാൻ പറയട്ടെ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിലും ദൈവം വിചാരിച്ചാലേ നടക്കൂ.
മനുഷ്യനാകുന്ന നമ്മൾ തീരുമാനിച്ചെടുക്കാൻ നടക്കില്ല. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ദിനം 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 നടക്കുകയും പരിശുദ്ധാത്മാവിന് ഹിതമില്ലാത്തത്, പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തത്, പരിശുദ്ധാത്മാവിന് താല്പര്യമില്ലാത്തത്, കർത്താവിന് താല്പര്യമില്ലാത്തത് ചെയ്യാതെ നമ്മൾ പൂർണ്ണമായും ആത്മീകരായി മാറുമ്പോൾ നിത്യജീവൻ കർത്താവ് നമുക്ക് തരും. അതേപോലെ തന്നെ കർത്താവ് നമ്മുടെ മേൽ അയച്ച വാഗ്ദത്തങ്ങൾ കർത്താവിന് കൃത്യമായി അറിയാം. കൃത്യസമയം കൃത്യ ഇടത്തിൽ വെച്ച് കൃത്യമായ വ്യക്തിയിലൂടെ നൽകുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതിന് മനുഷ്യനായ നമ്മുടെ പ്ലാൻ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കർത്താവിനോട് ചേർന്ന് നടക്കുക. അല്ല ഇസ്രായേൽ മക്കൾ ചേർന്ന് നടന്നിട്ട് ഇസ്രായേൽ മക്കൾ അതുവരെ നടന്ന യുദ്ധങ്ങൾ, അതുവരെ വന്ന രാജാക്കന്മാർ, അത് വന്ന പ്രതിഫലങ്ങൾ, അതുവരെ വന്ന പ്രയാസങ്ങൾ, തങ്ങളെ പിടിച്ച് 404 തലമുറ ബന്ധിച്ചിരുന്ന 400 വർഷം പ്രവാസിയാക്കിയിരുന്ന മിസ്രയീമിൽ നിന്ന് വിട്ടുവിച്ച യഹോവയുടെ കരത്തിൻ്റെ ശക്തി പോലും മറന്ന് അവർ പിറുപിറുത്തപ്പോൾ 14 ദിവസം കൊണ്ട് കയറേണ്ടവർ 40 വർഷമെടുത്തു. അതിലുള്ള ഒരു വ്യക്തികൾ പോലും, ഈ യോശുവയും കാലേബും മാത്രമല്ലാതെ മറ്റൊരു വ്യക്തി അതിനകത്ത് പ്രവേശിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷ വരുമ്പോൾ ദൈവം നമ്മെ പരീക്ഷിക്കുന്നുവെന്ന് പറയുവാൻ പാടില്ല. അതേപോലെ ദൈവത്തിൻ്റെ നമ്മൾ ഒരു പരീക്ഷ വരുമ്പോൾ ആ പരീക്ഷയെ നമ്മൾ വിജയിക്കണം. അല്ലാതെ കൂടെ ഉള്ളവരെ ന്യായക്കേടം പറഞ്ഞ് ദേഷ്യവും പെട്ട് കോപപ്പെട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾ മറ്റുള്ള ജാതിയരെക്കാളും ലോകക്കാരെക്കാളും ഗതികെട്ട രീതിയിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ യാക്കോബ് എഴുതിയ ലേഖനത്തിനകത്ത് തന്നെ 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷകൾ വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? പരീക്ഷ വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ സന്തോഷിക്കാറുണ്ട് കേട്ടോ. എനിക്ക് കഷ്ടമൊക്കെ കൂടുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരോട് പറയും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഇത് മാറ്റുവാൻ ആർക്ക് കഴിയും? എൻ്റെ കർത്താവിന് കഴിയും. അതെനിക്ക് 100% ഉറപ്പാണ്. എൻ്റെ അപ്പൻ എന്നെ കൈ വിടുകയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സന്തോഷിക്കണം. കൂടെ ഉള്ളവർക്ക് പോലും ചിലപ്പം വിഷമം തോന്നും, അവൻ ഞങ്ങളുടെ വിഷമത്തിൽ പങ്കാളി ആയില്ലല്ലോ. പങ്കാളിയാക്കാണ്, ഉള്ളിൽ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. ഇതെന്താകുമെന്ന് എനിക്കും ചിന്ത വരും. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ അത് ഉള്ളിൽ രൂപീകരിച്ചാൽ, അതെൻ്റെ വാ കൊണ്ട് പറഞ്ഞാൽ ആര് വിജയിച്ചു? പരീക്ഷകൻ വിജയിച്ചു. അതേസമയം ഞാൻ വാ കൊണ്ട് പറയാതെ എൻ്റെ ദൈവം അത് കരുതിക്കൊള്ളുമെന്ന് വിചാരിച്ചാൽ, ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയറായിട്ട് അതറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മുന്നേ വന്ന ഏറ്റവും വലിയ പരീക്ഷ എന്താണെന്ന് അറിയാമോ? തനിക്ക് കുഞ്ഞുങ്ങൾ കിട്ടാത്തതോ ഹാഗറിന് കുഞ്ഞിനെ കെട്ടിയപ്പോൾ എടുത്ത് ദൂരെ വിട്ടതോ ഒന്നുമല്ല. തനിക്ക് ലഭിച്ച മകനെ എന്ത് ചെയ്താൻ പറഞ്ഞു? യാഗമാക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈ യാഗമാക്കാൻ പറഞ്ഞതിനേക്കാൾ ഉപരിയായുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, യാഗമൃഗത്തെ ആര് കൊണ്ടുപോയില്ല? അബ്രഹാം കൊണ്ടുപോയില്ല, മകൻ്റെ കൂടെയാണ് പോകുന്നത്. അതുവരെ കളിച്ച് ചിരിച്ചു കൊണ്ടിരുന്ന മകനെ എവിടെ കൊണ്ടുപോയാണ്? യാഗമാക്കാൻ, കൊല്ലാൻ കൊണ്ടുപോയാണ്. ആ കൊണ്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയാണ്. 3 മുതൽ 6 ദിവസം വരെ നടക്കേണ്ട ദൂരമുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇനി 2 ദിവസമാകാം. എന്തായാലും അത്രയും ദൂരം നടക്കണം. ഈ നടക്കുന്നതിൻ്റെ എത്ര പ്രാവശ്യം മകൻ ചോദിച്ചാണ്, അപ്പാ നമ്മളെവിടെയാണ് പോകുന്നത്? അത് യാഗം കഴിക്കാൻ. യാഗമൃഗം ഇല്ലല്ലോ പപ്പാ. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം ചോദിച്ചാണ്? ഓരോ പ്രാവശ്യം ചോദിക്കുമ്പം അബ്രഹാമിൻ്റെ ഉള്ളിൽ വാള് കുത്തി ഇറക്കുന്ന പോലെ വേദന തോന്നിക്കാണൂലേ? താൻ എന്ത് പറഞ്ഞാണ് കൊണ്ടുപോയേ? മകനെ ദൈവം കരുതിക്കൊള്ളും. തനിക്കറിയാം അടുത്ത നിമിഷം എന്ത് ചെയ്യാണ്? താൻ വർഷങ്ങളായി കാത്തിരുന്ന 25 വർഷം കാത്തിരുന്ന് തൻ്റെ കയ്യിൽ കെത്തിയ അല്പ ദിവസം മാത്രം താൻ സ്നേഹിച്ച തൻ്റെ ജീവന തുല്യനായ മകനെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് കഴിയുമോ? അബ്രഹാമിനെ നമ്മൾ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പറയുന്നു. എന്തുകൊണ്ട്? താൻ അങ്ങനെ വിശ്വസിച്ചു. താൻ വിശ്വസിച്ചത് തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളായിരുന്നെങ്കിൽ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാം? ഭാര്യയുടെ ചെന്ന് പറയുന്നത്, ഇടേ ഇങ്ങനെ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, മോനെ കൊണ്ടുവന്ന് യാഗം കഴിക്കാൻ പറഞ്ഞു. അവൾ അന്ന് ഡിവോഴ്സും തന്നിട്ട് പോകും കൊച്ചിനെ എടുത്തുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പരീക്ഷ സഹിക്കുമ്പോൾ സന്തോഷിക്കുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ സഹിച്ചതിന് ശേഷം, ഞാൻ ആ പരീക്ഷകൾ സഹിച്ചതിന് ശേഷമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ പരീക്ഷ സഹിക്കാത്തൊരു മനുഷ്യനല്ല നിന്നുകൊണ്ട് പറയുന്നത്. നന്നായി ഇന്നും ദൈവകൃപയാൽ ഓരോ പരീക്ഷകളും വിജയിച്ച് വരുവാൻ ദൈവം കൃപ നൽകിയത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വാസത്തോടെ ഞാൻ പറയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് ഇന്ന് കാണുന്ന രീതിയിൽ ഈ ആലയം തന്നതായാലും, ഒന്നുമില്ലാത്ത രീതിയിൽ കർത്താവ് ഇന്നും നമ്മെ മാനിക്കുന്നതായാലും, ഈ സഭയുടെ ഓരോ നടത്തിപ്പായാലും കർത്താവ് നമ്മെ അങ്ങനെ നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനകത്ത്, ആത്മീക ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ശേഷം നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന് ഉയർന്നു വന്ന പ്രതികൂലങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, ഇതെല്ലാം തകരുക തന്നെ ചെയ്യും. കാരണം നിന്നോട് നിൽക്കുന്നവൻ ജീവനുള്ള ദൈവമാണ്. അവൻ പരീക്ഷാ കാലഘട്ടത്തിൽ നിന്നെ വിട്ട് കളഞ്ഞ് ഓടിപ്പോകുന്നവനല്ല. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെ വായിക്കുമ്പോൾ യേശു ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന ചരിത്രം നമുക്കതിനകത്ത് കാണുവാൻ കഴിയും. താനും ശിഷ്യന്മാരുമായി സഞ്ചരിക്കുമ്പോൾ താൻ സഞ്ചരിച്ചിരുന്ന ആ വഞ്ചിയിൽ താൻ കിടന്ന് ഉറങ്ങുകയായിരുന്നു, തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ കടലും കാറ്റും ഇളകി, കടലും കാറ്റും ഇളവി, ആ സമുദ്രം ഉലഞ്ഞ് തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അല്പവിശ്വാസികളെ, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. അതായത് പരീക്ഷ വരുമ്പോൾ നിങ്ങൾ അലയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരാണ്? അല്പവിശ്വാസികളാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ, കർത്താവിനെ, നിങ്ങളെ നടത്തിയവനെ, ഇതുവരെ മാനിച്ചവനെ, ഇതുവരെ നിങ്ങളോട് സംസാരിച്ചവനെ, നിങ്ങളോട് കൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിശ്ചയമായി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അല്പവിശ്വാസിയായി തീരുവോ? ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഒരു ലോക മനുഷ്യനുണ്ടെന്ന് വിചാരിക്കുക. എന്തു കാര്യമുണ്ടെങ്കിലും അവനെ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുവോ? ഇല്ല. ആയതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ശിഷ്യന്മാരോട് കൂടെ ആ പടയിൽ കിടക്കുകയാണ് കേട്ടോ, വേറെ ഒരിടവും പോയിട്ടില്ല. ആ പടകിൽ ആരുണ്ട്? കർത്താവ് ഉണ്ട്. ആ പടക് തകരാൻ പോയപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു. ഇന്ന് കർത്താവ് പുറത്തല്ല ഉള്ളത്, നമ്മുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 24 മണിക്കൂറും 365 ദിവസവും എല്ലാ നിമിഷവും ആര് നമ്മുടെ ഉള്ളിലുണ്ട്? കർത്താവുണ്ട്. പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ അലയണോ? അല്പവിശ്വാസിയാവണോ? നമ്മൾ ക്ഷീണിച്ചു പോണോ? പരീക്ഷയിൽ തകരണമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ തകരുമകയില്ല. നിങ്ങളുടെ പടക് നിശ്ചയമായും ആ തീരത്താണ് അഞ്ഞിരിക്കും. അതിനകത്തുള്ള ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും. ഹല്ലേലൂയ. എന്തിന് കർത്താവെ ഞാൻ ഈ പരീക്ഷയിൽ അകപ്പെട്ടു? ഞാൻ എന്ത് കർത്താവെ എൻ്റെ ജീവിതത്തിന് മാത്രം ഈ പരീക്ഷ വരുന്നു? എന്ത് കർത്താവെ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോകുന്നു? എന്തിന് കർത്താവെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. അവൻ നിങ്ങളെ കരുതുന്നുണ്ട്. അവൻ നിങ്ങളുടെ പടകിലുണ്ട്. ആ കർത്താവ് അറിയാതെ നിൻ്റെ തലയിൽ ഒരു രോമം പോലും കൊഴിയുകയില്ല. ആ കർത്താവ് അറിയാതെ നിന്നെ ഒരാൾക്കും തകർക്കുവാൻ കഴിയില്ല. അവൻ ഉറങ്ങാതെ മയങ്ങാതെ നിനക്കായി കാവലിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നദ്ധി പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ നാളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷകൾ, ഞാൻ എന്തെങ്കിലും അങ്ങിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ, അങ്ങക്ക് ഹിതമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുറവുകളോ എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളോ കാരണം എന്തെങ്കിലും അങ്ങിൽ നിന്ന് അകലുകയോ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകലുകയോ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർണ്ണമായി അങ്ങ് ക്ഷമിക്കണമേ കർത്താവേ. അപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം പരീക്ഷിച്ചു എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം അപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ എന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നെ ഒരു മകനായി കണ്ട്, ഒരു മകളായി കണ്ട് എന്നെ ശിക്ഷിക്കണമേ, എന്നെ വഴി നടത്തണമേ. എൻ്റെ തെറ്റുകളെ, കുറവുകളെ, കുറ്റങ്ങളെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, കുറവുകളെ, കുറ്റങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി നൽകണമേ. എൻ്റെ പ്രാർത്ഥന കുറവാണെങ്കിൽ അങ്ങനെ, ഞാൻ വചനം വായിക്കുന്നതിൻ്റെ കുറവാണെങ്കിൽ അങ്ങനെ, എൻ്റെ രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലുള്ള കുറവാണെങ്കിൽ അങ്ങനെ, എൻ്റെ ജഡീക ജീവിതത്തിലുള്ള കുറവാണെങ്കിൽ അങ്ങനെ,
കർത്താവ് എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതി നല്ല മുത്തായി അങ്ങയുടെ കരത്തിൽ തിളങ്ങുന്ന മുത്തായിക്ക് മാറ്റണമേ. ഇന്ന് പകൽക്കാലം കർത്താവ് ആരെയൊക്കെ സ്നേഹിക്കുന്നു. 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ്, ഒരു പരീക്ഷ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് ഓടിപ്പോവുകയല്ല. താൻ കടലിൽ നടക്കുന്നത് കണ്ട് തന്നോടൊപ്പം ഇറങ്ങി നടക്കുവാൻ ആഗ്രഹിച്ച പത്രോസ് കടലിൻ്റെ തിരകളും കടലിൻ്റെ കാറ്റിൻ്റെ അലകളും അടിച്ചപ്പോൾ, താൻ ഭ്രമിച്ച് മുങ്ങിപ്പോയപ്പോൾ, തന്നെ വിട്ട് പിന്മാറിപ്പോങ്ങിയ ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയില്ല. തൻ്റെ വലങ്കരം കൊടുത്ത് അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഇയ്യോബ് തൻ്റെ ഭാര്യ വരെ തന്നെ എതിരെ പറഞ്ഞപ്പോഴും, തൻ്റെ കുടുംബക്കാരും ചാർച്ചക്കാരും ബന്ധുക്കളും അല്ലെങ്കിൽ തന്നോട് കൂടെ നിൽക്കുന്ന സ്നേഹിതന്മാർ പോലും തന്നോട് കുറവുകൾ പറഞ്ഞപ്പോൾ, ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറഞ്ഞതല്ലാതെ, ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രാപിക്കേണ്ട ആവശ്യകത മനുഷ്യനുണ്ടെന്ന് പറഞ്ഞതല്ലാതെ, ആ ദൈവത്തെ മറുതലിക്കാത്തത് കൊണ്ട് തന്നെ മാനിച്ച കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ പരീക്ഷയോടൊപ്പം ഒരു നീക്കുപോക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന് നീ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പരീക്ഷയായിരിക്കാം. ഇന്ന് നീ അനുഭവിക്കുന്ന രോഗങ്ങൾ ഒരു പരീക്ഷയായിരിക്കാം. ഇന്ന് നീ അനുഭവിക്കുന്ന കുടുംബ ബന്ധത്തിനകത്തുള്ള പ്രതികൂലങ്ങൾ ഒരു പരീക്ഷയായിരിക്കാം. ഇന്ന് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിന്റെ മാനസിക വിധകൾ ഒരു പരീക്ഷയായിരിക്കാം. എങ്കിലും പ്രിയ സഹോദര സഹോദരി, ഞാൻ അതിനകത്ത് നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നീ ഇന്നും യേശുവിനെ സ്നേഹിക്കുന്നു? നീ ഇവരെല്ലാരത്തേക്കാളും എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനെ ചോദിച്ചതുപോലെ കർത്താവ് ചോദിക്കുകയാണ്, ഇന്ന് നീ എന്നെ സ്നേഹിക്കുന്നു? ലോകത്തിൻ്റെ മുന്നേ ജഡ സ്വഭാവം കാണിക്കാതെ, ലോകത്തിൻ്റെ മുന്നേ നീ ഒരു തികഞ്ഞ ആത്മീയനെന്ന് കാണിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നിൽ വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നു. നിന്നെ എൻ്റെ അനുരൂപനാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രിയ മകനെ മകളെ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാട്ടെ. കർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൽ എന്തോ പരീക്ഷ വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, എൻ്റെ കർത്താവെ, അങ്ങേ വിട്ടുപിരിഞ്ഞ് ഞാനൊരു ജീവിതമില്ല കർത്താവെ. അങ്ങേ വിട്ടുപിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല കർത്താവെ. അങ്ങേ വിട്ടുപിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല കർത്താവെ. അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ അറിയുന്നു കർത്താവെ. എൻ്റെ അപ്പ, ഈ ലോകത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, ആരുമില്ല എന്ന് തോന്നിയ സമയത്ത്, മരണം മാത്രം മുന്നിൽ കണ്ടപ്പോൾ, എല്ലാവരും പുച്ഛിക്കാനും പരിഹസിക്കാനും മാത്രമുണ്ടായിരുന്നപ്പോൾ, എന്നെ സ്നേഹിച്ചവനെ, തൻ്റെ മരക്കുരിശിലേക്ക് കൊണ്ടുപോയവനെ, എന്നെ അങ്ങയുടെ മരണാടക്ക പുനരുത്ഥാനത്തിൽ എനിക്ക് ജീവൻ തന്നവനെ, എൻ്റെ ജീവനെങ്കിലും അങ്ങയുടെ ജീവൻ എന്നിലും ആക്കി വെച്ചവനെ, ഇന്ന് ഈ പകൽക്കാലം ഞാൻ വാഴ്ത്തുമ്പോൾ, ഇതിനകത്ത് എന്നെപ്പോലെ അങ്ങേ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ കർത്താവേ. ആർക്കെങ്കിലും പെറുപുറപ്പുണ്ടെങ്കിൽ അന്ന് മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ ചലിക്കട്ടെ കർത്താവേ. എൻ്റെ അപ്പായെ സ്നേഹിക്കുവാൻ, അപ്പ ഈ ലോകത്തിൽ മനുഷ്യൻ കാണുന്നതിനെ സ്നേഹിക്കുമ്പോൾ, മനുഷ്യൻ്റെ ജീവിത ശൈലികൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ആഡംബരം കാണിക്കുമ്പോൾ, കർത്താവേ, കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകിയതുപോലെ ഇതിനകത്തായിരിക്കുന്ന ഈ പ്രിയ മക്കൾക്ക് നൽകണമേ കർത്താവേ. അങ്ങ് ആരും കണ്ടിട്ടില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ അയച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ശരീരങ്ങൾ രുചിച്ചറിയുവാനുള്ള കൃപ നൽകിയിരിക്കുമ്പോൾ കർത്താവേ, ഈ പകൽക്കാലം പരീക്ഷയെ തകർന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല കർത്താവേ, പരീക്ഷയിൽ വീണു പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല കർത്താവേ. ഈ സഭയിൽ കഴിഞ്ഞ നാളുകൾ പലരും പരീക്ഷകളിൽ തകർന്നെങ്കിൽ, പലരും പരീക്ഷകൾ നശിച്ചു പോയെങ്കിൽ, പലരും അവർക്ക് കിട്ടിയ നന്മകളെ മുറുകെ പിടിച്ച് ഭവനങ്ങളിലായിരിക്കുന്നുണ്ടെങ്കിൽ, പലരും തിന്മകളെ കിട്ടിയപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് കിട്ടിയ നന്മകൾക്ക് പോലും നന്ദി പറയാൻ ഹൃദയമില്ലാതെ, നന്ദി പറയുവാൻ അവസരമില്ലാതെ അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ചലിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് വിട്ടുപിരിയാൻ കഴിയാത്തൊരു സ്നേഹം ഞങ്ങളുടെ മേൽ വരണം കർത്താവേ. ഈ ലോകത്തിൽ എന്ത് നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ യേശു മാത്രമെന്ന് പറയുവാൻ കഴിയുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ കർത്താവേ.
ജഡത്തെ സ്നേഹിക്കാതെ, ലോകത്തെ സ്നേഹിക്കാതെ, പ്രാകൃതനായി മാറാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ കർത്താവേ. കർത്താവ് വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. നിന്നെ സ്നേഹിക്കുന്നവൻ ഇതിനകത്തുലാത്തുന്നുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം നീ രുചിച്ചറിഞ്ഞാൽ, ആ കർത്താവിൻ്റെ സ്നേഹം നിന്റെ ഹൃദയത്തിനകത്ത് ആഴമേറിയതിൽ പതിഞ്ഞാൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഈ നാളുകളിൽ നീ കർത്താവിന് അനുരൂപനായിത്തീരും. കർത്താവ് ചെയ്തതും ഉപരിയായ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകുവാൻ പോകുന്ന ഈ ലോക നന്മയായാലും നിത്യരാജ്യത്തെക്കുറിച്ചും ആർക്കും ബോധമില്ലാതിരിക്കുമ്പോൾ നിനക്ക് പറയുവാൻ കഴിയും, ഇതെൻ്റെ കർത്താവ് തന്നതാണ്, ഇതെൻ്റെ കർത്താവ് കരുതിയതാണ്, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയതാണ്, എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യതയല്ല എന്ന് പറയുവാൻ കഴിയുന്ന രീതിയിൽ കർത്താവിൽ നിന്ന് അകന്നകന്ന് മാറിപ്പോകുന്ന ഹൃദയം മാറട്ടെ. പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ മാറട്ടെ. എൻ്റെ കർത്താവെ, നീ ഇന്നും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവെ, ഈ പകൽക്കാലം ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവെ. മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കാൻ ഹൃദയമുള്ളവരുണ്ടോ? മറ്റെന്തിനേക്കാളും യേശുവിനെ സ്നേഹിക്കുവാനുള്ള മനസ്സുള്ളവരുണ്ടോ? മറ്റെന്തിനേക്കാളും കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ ഹൃദയമുള്ളവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം തലയിൽ കരം വച്ചാട്ടെ. ഞാൻ എല്ലാവരും വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞിട്ട് മാറിപ്പോകുന്നവർ വയ്ക്കണ്ട. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഐ ലവ് യു അപ്പ. എൻ്റെ ഹൃദയം പൂർണ്ണമായി അങ്ങയ്ക്ക് തരുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി അങ്ങയ്ക്ക് തരുന്നു കർത്താവേ. എൻ്റെ കുടുംബത്തെ പൂർണ്ണമായി അങ്ങയ്ക്ക് തരുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞിനെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ തിരുകരങ്ങൾ തരുന്നു കർത്താവേ. എല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ശുശ്രൂഷയെ പൂർണ്ണമായി അങ്ങയുടെ തിരുകരങ്ങൾ തരുന്നു കർത്താവേ. ഈ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും അങ്ങേപ്പോലെ മറ്റാരുമില്ല കർത്താവേ. എൻ്റെ അപ്പായെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ, അപ്പായെ അങ്ങ് എന്നെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിന് വരുവാനുള്ള ലോകത്തിന് ആരുമില്ല കർത്താവേ. മനുഷ്യർക്ക് സ്നേഹത്തിനൊരു പരിധിയുണ്ട് കർത്താവേ. ഭാര്യയ്ക്കാകട്ടെ, മകനാകട്ടെ, ശുശ്രൂഷക്കാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ഈ ലോക മനുഷ്യർക്ക് എന്നെ സ്നേഹിക്കുന്നതിനൊരു പരിധിയുണ്ട് കർത്താവേ. ഈ ലോകത്തിലെ മനുഷ്യർക്ക് നമ്മെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു പരിധിയുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കാമെന്ന് പറയുന്നവൻ എപ്പോഴും നിങ്ങളോടുകൂടെ കാണുമെന്ന് പറയുന്ന ഒരു നിമിഷം കൊണ്ട്, ഒരു ചെറിയ കാര്യം കൊണ്ട് മാറിപ്പോകാം. ഇന്ന് പകൽക്കാലം നിന്നെ വിട്ടുപിരിയാൻ കഴിയാത്തൊരു സ്നേഹം നിന്റെ ഉള്ളിൽ കർത്താവ് തരട്ടെ. 24/365 ദിവസവും 24 മണിക്കൂറും 365 ദിവസവും നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ വരുന്നത് നിനക്ക് അറിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ച വേദനകളെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്താട്ടെ. സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ, ഉപജീവനം നഷ്ടപ്പെട്ടപ്പോൾ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞപ്പോൾ, ചാർച്ചക്കാർ ബന്ധുക്കൾ ഉപേക്ഷിച്ചപ്പോൾ, ഒന്നുമാകില്ലെന്ന് നീ തോന്നിയപ്പോൾ നിന്റെ വലങ്കരം പിടിച്ച് നടത്തിയവനെ നിനക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുമോ? എന്നെ നന്നായി തല്ലി വളർത്തി അപ്പൻ്റെ കരത്തിലേക്ക് എന്നെ ഞാൻ തന്നെ തരുന്നു എന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടം വരുന്നത്, പ്രയാസം വരുന്നത് നിന്നെ കാര്യം പഠിപ്പിക്കാനായിരിക്കാം, നിന്റെ ആത്മീക നിലവാരം ഉയർത്തുവാനായിരിക്കാം.
കർത്താവെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു കർത്താവെ. കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവെ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും ഉമ്മോടു சேர்ந்து, தினவும் மார்பில் சாய்ந்து, தினவும் உன்னோடு சேர்ந்து, தினவும் மார்பில் சாய்ந்து, விலகா முடியாது அன்பே உயிரே என் இயேசு ராஜா. விலகா முடியாது அன்பே உயிரே என் இயேசு ராஜா. நேசிக்கிறேன், நேசிக்கிறேன், நேசிக்கிறேன் ஏசையா. நேசிக்கிறேன், நேசிக்கிறேன், நேசிக்கிறேன் ஏசையா. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും കർത്താവേ, സ്നേഹിക്കുന്നേ, ഈ ലോകത്തിലെ മോഹങ്ങളെക്കാളും കർത്താവേ, ഈ ലോകത്തിലെ നന്മകളെക്കാളും കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാ അവസ്ഥകളെക്കാളും കർത്താവേ, എന്റെ കർത്താവേ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു കർത്താവേ. എനിക്ക് ജീവനെ തന്നവനെ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു കർത്താവേ. ആ സ്നേഹം ചിലരുടെ ഉള്ളകളെ നിറയ്ക്കുന്നു, ചിലരുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ ആ സ്നേഹം പുറത്തു വരുന്നു. കഴിഞ്ഞ നാളുകൾ അറിഞ്ഞാതെ കർത്താവിൽ മാറിപ്പോയ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എന്റെ പ്രിയ മകളെ, ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നു. എന്റെ പ്രിയ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ജീവനെ നിനക്കായി തന്നത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. എന്നെ തന്നെ ക്രൂശിൽ നൽകിയത് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നീ ഇന്ന് പകൽക്കാലം എന്നെ സ്നേഹിച്ച നിശ്ചയമായും ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്നാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിന്റെ അടുക്കൽ വന്നാൽ,
ഇന്ന് നീ അനുഭവിക്കുന്ന പരീക്ഷാ കാലഘട്ടത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഓ, നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുവാൻ കഴിയുന്നവനെ സ്നേഹിക്കുക. എന്തെങ്കിലും നൽകാമെന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നവനായിട്ടല്ല, എന്തെങ്കിലും നൽകാമെന്ന് പറഞ്ഞ് നിന്നെ മാനിക്കാതിരിക്കുന്നവനായിട്ടല്ല, എന്തെങ്കിലും നൽകാമെന്ന് പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നവനായിട്ടല്ല. നിന്നോട് കൂടെ ദിനവും സഞ്ചരിക്കുവാൻ കഴിയുന്ന, നിന്നോടുകൂടെ എന്നും നിന്നോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന, ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ പോലും നിന്നോടുകൂടെ നടക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചാട്ടെ. അപ്പാ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. എൽശദാദിയായവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. യഹോവ നിസ്സിയായവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. യഹോവ ശമ്മയായവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. എൽശദാദിയായവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. അഡോനായെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. എനിക്ക് വേണ്ടി ജീവനെ തന്നവനെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. I still love you, Papa. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ.